പോക്സോ കേസിൽ യൂട്യൂബർ VJ മച്ചാൻ അറസ്റ്റിൽ. കളമശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ലൈംഗികമായി പീഡിപ്പിച്ചെന്ന 16-കാരിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഇപ്പോൾ ന്യൂസുകളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് DJ മച്ചാൻ അറസ്റ്റില്ലെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഏട്ടാ മച്ചാനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വരവാണ് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞ് ലുലു മോളിലും അതുപോലെ വഴിയോരങ്ങളിലൊക്കെയാണ് പുള്ളിക്കാരൻ്റെ നിപ്പ്. അവിടെ നിന്ന് ഈ എന്താ പറയുക, പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് നിൻ്റെ കണ്ണ് നന്നായിട്ടുണ്ട്, നിൻ്റെ ചിരി നന്നായിട്ടുണ്ട്, നിൻ്റെ ചുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ആദ്യം പിന്നെ ചോദിക്കും ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്യും. 1, 2 എന്നുള്ളതൊന്നുമല്ല, കുറേ പെണ്ണുങ്ങളുണ്ട് കേട്ടോ, 1, 2 എന്നുള്ളതൊന്നുമല്ല. അപ്പോൾ ഇതേ ഒരു ഇതാണ്. അപ്പോൾ പുള്ളിക്കാരനക്ക് യൂട്യൂബിലുള്ള പേര് തന്നെയാണ് കോഴി മച്ചാൻ എന്നാണ് പുള്ളിക്കാരനക്ക് യൂട്യൂബിലുള്ള പേര് തന്നെ കേട്ടോ. അപ്പോൾ അയാളെ പോസ്കോ കേസിന് അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് വിശ്വാസം വരില്ല. അപ്പോൾ ഞാൻ ആ ന്യൂസ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ന്യൂസ് ഒന്ന് കണ്ടു നോക്കൂട്ടാ. എന്ന ഗോവിന്ദ് VJ അറസ്റ്റിലായി. 16-കാരിയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. അശ്വിൻ പാലാഴി ബ്ലോഗറിന്റെ ഡീറ്റെയിൽസുമായി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ് എഗെയിൻ, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. VJ മച്ചാൻ എന്ന ഗോവിന്ദ് VJ ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ്. പ്രശസ്ത യൂട്യൂബറാണ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഏകദേശം 2.5 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഈ VJ മച്ചാൻ എന്ന ഗോവിന്ദ് VJക്കുള്ളത്. അതിന്റെയൊക്കെ പിൻബലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് VJ മച്ചാൻ പോയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ കളമശ്ശേരി പോലീസാണ് VJ മച്ചാനെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. 16-കാരിയായ കൊച്ചി സ്വദേശി കളമശ്ശേരി പോലീസിൽ നേരിട്ടെത്തി നൽകിയ പരാതിയിലാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ശേഷം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ പരാതി. അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്. നിലവിൽ ഈ VJ മച്ചാനെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ പരാതിയൊക്കെ പിന്നിലുണ്ടായ കാര്യങ്ങൾ, ഒപ്പം VJ മച്ചാനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ എന്നടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പുറത്തുവരും. എന്തായാലും 16-കാരിയുടെ പരാതിയിന്മേലുള്ള പോക്സോ കേസിലാണ് എന്താ പറയാ, 16 വയസ്സുകാരന് ഇപ്പൊ ഒരു പ്രായമെങ്കിലും നോക്കിയിട്ട് വേണ്ടേ കോഴിത്തരം കാണിക്കാൻ. പ്രായം ഇതൊന്നും നോക്കാതെയാണ് പുള്ളിക്കാരൻ ഓരോ ഇത് കാണിച്ചു കൂട്ടുന്നത്. ഇപ്പൊ എന്തായാലും അറസ്റ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അറസ്റ്റ് ചെയ്ത ആ വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും കണ്ടത്. അപ്പോൾ കോഴിത്തരം കാണിക്കുന്നതിൽ കുറച്ചൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? പ്രായവും ഇതൊക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഈ പുള്ളിക്കാരൻ പ്രായം പക്കത്തൊന്നും നോക്കില്ല, ഓടിച്ചെന്നങ്ങ് അത് നന്നായിട്ടുണ്ട് ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പിന്നെ മൂന്നാമത്തത് പിന്നെ പ്രപ്പോസിങ് ആണ്. 1, 2 ആളൊന്നും അല്ല, ഒത്തിരി ആൾക്കാരാണ്. ആരെ കണ്ടവരെയൊക്കെ ഇതിപ്പോൾ അമ്മച്ചിമാരൊന്നുമില്ല, ചെറിയ പിള്ളേരൊന്നുമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, വെറും 16 വയസ്സെന്ന്. അപ്പോൾ ഇവനെയൊക്കെ എന്താ പറയേണ്ടത്? അപ്പോൾ ഈ ഇവനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്ലിപ്പും കൂടെ ഒന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കൂ. ബ്രോ ഹായ് ബ്രോ, ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചോട്ടെ. ഹായ്, പേരെന്താടോ? വർഷ. ഞാനേ ഇവിടെ അവിടെ നിന്ന് വന്നപ്പോ തന്നെ കാണുന്നു. യക്ഷിയുടെ കണ്ണാണ് കേട്ടോ തനിക്ക്. സീരിയസ്ലി? ഓക്കെ, എവിടെയാ? നാട് എവിടെയാ? മൂവാറ്റുപുഴയിലോ? പഠിക്കുവാണോ ജോബാണോ? പഠിക്കുകയാണല്ലേ. ഈ വന്ന് നിന്ന് തന്റെ ബോയ് ഫ്രണ്ടാണോ? ഫ്രണ്ടാണോ? തനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? കമ്പ്യൂട്ടർ ആവാൻ താല്പര്യമുണ്ടോ? കണ്ടില്ലേ, അവിടെ നിന്ന് കണ്ട ഉടനെ പുള്ളിക്കാരൻ അത് ബോയ് ഫ്രണ്ട് ആണോന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ കമ്മിറ്റഡ് ആവാന്നാണ് പറയുന്നത്. ഇതാണ് അപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരൻ്റെ നിലവാരം എത്രമാത്രമാണെന്നുള്ളത്. അപ്പോൾ ഈ ചില്ലറ കോഴിത്തരമൊന്നുമല്ല പുള്ളിക്കാരൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അറസ്റ്റ് ചെയ്തത് കൊണ്ട് യാതൊരു ഇതും പറയാനില്ല. ഏറ്റവും നല്ലൊരു ഉചിതമായ തീരുമാനം തന്നെയാണ്. ഈ ഒരു അറസ്റ്റ് കൊണ്ടെങ്കിലും ഇനി ഇയാൾ പഠിക്കട്ടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും ഇയാളൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നാണ്. പീഡനങ്ങളും ഇതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. കോഴിത്തരം ശരിയാണ്, കോഴിത്തരമൊക്കെ ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഇമ്മാതിരി കോഴിത്തരമുള്ള ആൾക്കാരനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അമ്മാതിരി കോഴിത്തരമാണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും ഇത് കുറച്ച് ഓവർ തന്നെയാണ്. ആരെ കണ്ട് ഇത്തിരി ഭംഗിയുള്ള പിള്ളേരെ കണ്ട ഉടനെ, പെൺപിള്ളേരെ കണ്ട ഉടനെ ഇങ്ങനെ ചോദിക്കുക, ഉടനെ കമ്മിറ്റഡ് ആവുക എന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ
എന്താണ് ഞാൻ നിന്നെ പ്രണയിച്ചോട്ടെ എന്ന് പറയും. എങ്ങനെയൊക്കെ സാധിക്കുന്നു എന്നാണ്. ഒരാളെ അല്ല, ഒന്നിലധികം പേരെ. അതുപോലെ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ടല്ലോ, അയാളും കാമുകിയും ബ്രേക്കപ്പ് ആയ സമയത്ത് ഇവൻ അവിടെയും പോയിട്ട് അവളുടെ അടുത്തും, നീതു എന്താണ് ആ പെണ്ണിൻ്റെ പേര്, അപ്പോൾ അവളുടെ അടുത്തും ഇങ്ങനെയൊക്കെ കോഴിത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ നല്ല നെയ്സാക്കിയിട്ട് ഒഴിവാക്കി വിട്ടു, നല്ല ശരിക്ക് കൊടുത്തിട്ട് നെയ്സായിട്ട് എന്തായാലും ഒഴിവാക്കി വിട്ടു. അപ്പോൾ എല്ലാവരുടെ അടുത്തൊന്നും നടക്കില്ല കേട്ടോ, ചിലവർ ശരിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ 16 വയസ്സുകാരുടെ അടുത്ത് എന്തോ കോഴിത്തരം കാണിച്ചിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ പോസ്കോ കേസിന് അറസ്റ്റിലായിരിക്കുന്നത്. വലിയ കോഴിത്തരം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്, ഒരുപാട് വീഡിയോസുകളുണ്ട്, നമുക്ക് എല്ലാം ഒന്നും എടുത്തിട്ട് ഇതിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. കുട്ടിയെ കണ്ടിട്ടുണ്ട്, നമുക്ക് എന്തായാലും പോയി മുട്ടാം. എന്തായാലും കാട്ടുകോഴി എന്നാണ് പേര്, എന്തായാലും മുട്ടാം കേട്ടോ. ഇതാ കാട്ടുകുട്ടി. ഹായ്, ഹലോ, പേരെന്നാ? കേട്ടില്ല. സാൻഡ്ര, നല്ല രസമുണ്ട് കേട്ടോ തന്നെ കാണാൻ. മുടിയൊക്കെ ഇങ്ങനെയിട്ട് ഈ ചെറിയ പോലുണ്ട്. സത്യമായിട്ട് എവിടെയാ നാട്? മലപ്പുറം പോലെയാണോ? അതാ ഇത്ര മൊഞ്ച്. ഹിന്ദു ആണോ? പക്ഷെ ഒരു തട്ടവട്ടായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? കൺഫേം. അപ്പൊ വന്ന പിന്നെ ഞാൻ രണ്ടാമത്തിന് ഒരു പെണ്ണെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. 1-2 പെണ്ണെന്നൊന്നുമില്ല. കാണുന്നവരുടെ അടുത്തൊക്കെ രണ്ടാമത് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഇത് പ്രപ്പോസ് ചെയ്യാണ്. എന്താ പറയുക, ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അറിയാം, അതൊരു 15-16 വയസ്സിൻ്റെ അടുത്തുള്ള ചെറിയൊരു കുഞ്ഞാണ്. അപ്പോൾ അതിനും കാര്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ട പ്രായമായിട്ടില്ല. അതിന് എന്താ പറയേണ്ടത് ഏതാ പറയേണ്ടതെന്നുള്ളത് പോലും അറിയാത്തൊരു പ്രായമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങേര് പോയിട്ട് ഇങ്ങനെയുള്ള കോഴിത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. എന്തായാലും ഇതൊക്കെ കുറച്ച് കൂടുതൽ തന്നെയാണ്. ഇതിനൊക്കെ എന്താ പറയേണ്ടത്? ഇതിനൊക്കെ അറസ്റ്റ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. നല്ല മുള്ളുകൊണ്ടുള്ള വടി ഉണ്ടല്ലോ, അതുകൊണ്ട് ശരിക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവനെയൊന്നും അറസ്റ്റ് ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ അവൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ, ആ ഇന്റർവ്യൂ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. കഴിഞ്ഞാണ് എൻ്റെ അവളുടെ. അതിനുശേഷം നൈസായിട്ട് അവള് ഇട്ടിട്ട് പോയി. ആള് വീഡിയോക്കകത്ത് പ്രത്യക്ഷപ്പെട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, വന്നിട്ടില്ല. ഇല്ല. ആളെ ഇപ്പം ഞാൻ അടുത്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 5 വർഷം ബ്രേക്ക് എടുത്ത്, ഐ മീൻ കണ്ടു. അവളും അവളുടെ ഹസ്ബൻഡും കുഞ്ഞും കൂടി ഞാൻ അവളെ കണ്ടു. എനിക്ക് എന്താണെന്നറിയത്തില്ല, എന്നെ കണ്ടപ്പോഴത്തേക്ക് ഈ ആനയൊക്കെ ഉണ്ടല്ലോ, തുമ്പിക്കൈയിൽ ഓലമടൽ ഇങ്ങനെ എടുത്ത് വെക്കുന്നില്ലേ, അതുപോലെ കയ്യൊക്കെ ഒരു ചാരി പിടിച്ചത്. എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല അതെന്തിനാ നമ്മൾ ഈ കാമ്പുമാരെ കാണുമ്പോൾ പെൺപിള്ളേർ ഇങ്ങനെ കാണിക്കുന്നത്. എനിക്കിപ്പോഴും അതാ മനസ്സിലാകാത്തത്. അപ്പൊ ആളെ കണ്ടപ്പോ എന്തുവായിരുന്നു റിയാക്ഷൻ? ആള് എന്റെ മുമ്പിൽ അവള് ഭയങ്കര ഹാപ്പിയാന്ന് കാണിക്കാനായിട്ട്. എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നമുക്കറിയാമല്ലോ, കാരണം പുള്ളിക്കാർക്ക് പണ്ട് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ സിനിമയൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഫേമസ് ആണോ ആള്? ഇന്ന് ആള് ഫേമസ് ആണോ? ആര്? കാമുകി അല്ല, ആള് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ജീവിതം സാധാരണ ആൾക്കാർ ജീവിക്കുന്നത്. എന്റെ ലൈഫ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞുനാൾ തൊട്ട് ഫിലിമിൽ പോകണമെന്ന്. അപ്പൊ ആ സമയത്ത് കയറുമ്പോൾ ഇവള് പറയും, എന്നെ ഏട്ടാന്നൊക്കെ ആയിരുന്നു വിളിക്കുന്നത്, എന്റെ ഏട്ടൻ ഫിലിമിലൊക്കെ ഉണ്ട്. അവൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ അവളെ കൂട്ടുകാരോട് പറയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് പോയി കഴിഞ്ഞ് ഞാൻ ഇച്ചിരി സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയായിരുന്നു. ഇച്ചിരി വിഷം അടിച്ചു, അന്ന് പൊട്ടനായിരുന്നു, അടിച്ചു പോയി. അപ്പോൾ ഇച്ചിരി സീനായിട്ട് വെന്റിലേറ്ററിനകത്ത് കിടന്ന് 2 ദിവസം എന്ന് വെച്ചാൽ ഡെഡ് ആയെന്നുള്ള രീതിയിലേ. അങ്ങനെ ഇരുന്ന് ഒരു 5 വർഷം ഞാൻ എൻ്റെ ലൈഫ് വേസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ വർക്കിനും പോകത്തില്ല. 5 വർഷം 1.5 വർഷം ഒരു റൂമിൽ തന്നെ ആയിരുന്നു, എൻ്റെ ഒരു റൂമിൽ. അതിനകത്ത് ആരുമില്ല, ഞാൻ മാത്രം. ഗെയിമും സിനിമയും ഇതായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കെ പിന്നീട് ഞാൻ ഇറങ്ങി തുടങ്ങി വെളിയിലേക്കൊക്കെ. കൂട്ടുകാർ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി, അങ്ങനെ ഇറങ്ങി തുടങ്ങി. ഒരു 5 വർഷം ഒന്നും ജോലിയും കാര്യങ്ങളും ഒന്നും പോകത്തില്ല, ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്കിടയിൽ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവള് എക്സ് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, അന്ന് അവളെടുത്ത തീരുമാനം ഭയങ്കര ബെറ്റർ ആയിരുന്നു. അതായത് എന്നെ വേണ്ടാന്ന് വെച്ചത് ഭയങ്കര ബെറ്റർ. നേരത്തെ വന്ന ആ പെൺകൊച്ച് പോയി പറഞ്ഞത് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ്. അല്ലാതെ ഈ കോഴിനെ കല്യാണം കഴിച്ചതാണെങ്കിൽ അവൻ്റെ ആ പെൺകൊച്ചിൻ്റെ ലൈഫേ പോയേനെ. അപ്പോൾ ഇവൻ പറയണത് 1.5 വർഷത്തോളം റൂമിൽ ആ ഒരു ഇത് കാരണം സൂസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്തു. പിന്നെ 1.5 വർഷം റൂമിൽ തന്നെയായിരുന്നു. പിന്നെ 5 വർഷത്തോളം ജോലിയൊന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു, വെറും യൂട്യൂബ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ ഇവൻ്റെ ഇതെന്താണെന്നുള്ളത്. ഇവനക്ക് ഇങ്ങനെ കോഴിത്തരം കാണിച്ച് നടക്കുക അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ജോലിക്കും കൂലിക്കും പോയിട്ട് പെണ്ണുങ്ങളെ പോറ്റണം, കല്യാണം കഴിച്ച് നല്ലൊരു ലൈഫ് വേണം എന്നുള്ളൊരു ചിന്തയൊന്നും ഈ പുള്ളിക്കാരനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോഴിത്തരങ്ങളൊന്നും കാണിച്ച് നടക്കില്ലല്ലോ. എന്തായാലും ആ പെൺകുട്ടി പോയത് എന്തായാലും നല്ലൊരു തീരുമാനമാണ്. ആ പെൺകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ആ പെൺകുട്ടി ഇവനിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. ഇത് തന്നെയാണെങ്കിൽ ഇങ്ങനെയുള്ള കോഴികളുടെയൊക്കെ കൂടെ ജീവിക്കുന്നതിലും ഭേദം കല്യാണമേ കഴിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു
ഈ ഒരു ഇത് ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും ഇനിയും പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളും കാര്യങ്ങളൊന്നും പറ്റരുത്. ഇപ്പോൾ എന്തായാലും അവനെ പോസ്കോ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ വന്നിട്ട് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ചിരിച്ച് കാണിച്ച് അവരെന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കുന്ന 2-3 വർത്തമാനങ്ങൾ പറയുമ്പോഴേക്കും പെൺകുട്ടികൾ ആ വലയിൽ വീഴാതിരിക്കുക, പെൺകുട്ടികൾ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. അത് മാത്രമേ ഉള്ളൂ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പെൺകുട്ടികളോടായിട്ട് എനിക്ക് പറയാനുള്ളത് ആരുടെയും ചതിക്കുഴിയിൽ വീഴാതിരിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.